ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റമാണ്. അതായത് നമ്മൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ശേഷം അതിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ ചാർജ്ഡ് ബോഡി എനർജി കുറഞ്ഞ് അത് ഇല്ലാതാവണം എന്ന് അവർ ചോദിച്ചപ്പോഴേക്കും മറുപടി പറയാൻ റുദർഫോർഡിന് പറ്റിയില്ല. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ബോർ വരുന്നത്. ബോർ ഈ ചാർജ്ഡ് ബോഡിയുടെ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മളുടെ തിയറി പറയുന്നത്. ബോർ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഞാൻ വായിക്കാം. ദ ഇലക്ട്രോൺസ് ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. These paths are called orbits or stationary states or allowed energy levels. These energy levels are numbered as 1, 2, 3, etc. or KLMN. These are known as principal quantum numbers. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. ബോർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റം മോഡലാണ് പറഞ്ഞത്. കാരണം ബോറിന് തൊട്ടു മുന്നേ സ്റ്റഡി ചെയ്തത് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രയാണ് സ്റ്റഡി ചെയ്തത്. അപ്പം ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും നമ്മൾ ഇൻട്രാക്ഷൻ വഴി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്ര കിട്ടും. ആ സ്പെക്ട്രയിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ വേറൊരു ആറ്റത്തിൻ്റെ മോഡൽ പറയാൻ നമ്മുടെ ബോറിന് പറ്റിയില്ല. ബോർ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റത്തെ പറ്റിയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡലാണ് ബോർ പറഞ്ഞത്. ബോർ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിക്സഡ് എനർജിയുള്ള പാത്തുകളിലാണ്. ആ ഫിക്സഡ് എനർജിയുള്ള പാത്തുകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്സ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് എനർജി ലെവൽസ് എന്നും വിളിക്കാറുണ്ട്. ഈ ഫിക്സഡ് എനർജി ലെവൽസിനെ KLMN എന്ന് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ 1, 2, 3, 4 എന്നും നമ്പർ കൊടുക്കാം. ഇവരെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിക്സഡ് എനർജിയുള്ള ഫിക്സഡ് പാത്തുകളിലാണ്. ഈ പാത്തുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർ ഓർബിറ്റ്സ്. ഈ ഓർബിറ്റുകളെ KLMN എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിനോട് ആദ്യം കാണപ്പെടുന്ന എനർജി ലെവൽ K, തൊട്ടടുത്തത് LMN അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 1, 2, 3, 4 എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ എനർജി ലെവൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഹൗവർ വെൻ ദി ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി ന്യൂക്ലിയസ് ഹയർ എനർജി ലെവൽ. വെൻ ഇറ്റ് ഈസ് ലൂസസ് എനർജി ഇറ്റ് വിൽ റിട്ടേൺസ് ടു ദി ലോവർ എനർജി ലെവൽ. അതായത് ഈ ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ആയിട്ടുള്ള എനർജിയുള്ള പാത്തുകളുണ്ട്. ആ പാത്തുകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്സ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിനോട് ചേർന്ന് കാണപ്പെടുന്നത് K ഷെല്ല് അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ല്, L ഷെല്ല് അല്ലെങ്കിൽ രണ്ടാമത്തെ ഷെല്ല്, M ഷെല്ല് അല്ലെങ്കിൽ മൂന്നാമത്തെ ഷെല്ല്. ഇതിനെ എനർജി ലെവൽസ് എന്നും ഷെല്ലുകളെന്നും ഫിക്സഡ് ഓർബിറ്റൽസുകളെന്നും വിളിക്കാറുണ്ട്. ഈ ഫിക്സഡ് ഓർബിറ്റലുകളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ എനർജി ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ അയാൾക്ക് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ എനർജി കുറയണ്ടേ, പക്ഷെ കുറയുന്നില്ല എന്നാര് പറഞ്ഞു? നമ്മളുടെ ബോർ മോഡൽ പറഞ്ഞു. കുറയാത്തതിന് കാരണം ടൈം മാറുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം K ഷെൽ എന്ന് പറയുന്നതിന് ഒരു എനർജി ഉണ്ട്, L ഷെൽ എന്ന് പറയുന്നതിന് എനർജി ഉണ്ട്, M ഷെല്ലിനും എനർജി ഉണ്ട്. ഇപ്പം K ഷെല്ലിന് എനർജി 10 ആണെന്ന് വിചാരിക്കും. ഈ 10 എന്ന് പറയുന്ന എനർജിയുള്ള ഇലക്ട്രോണിന് മാത്രമേ K ഷെല്ലിൽ ഇരിക്കാൻ പറ്റൂ. ഇപ്പോൾ L ഷെല്ലിന് എനർജി 12 ആണെന്ന് വിചാരിക്കും. 12 എന്ന് പറയുന്ന എനർജിയുള്ള ആൾക്ക് മാത്രമേ N ഷെല്ലിൽ ഇരിക്കാൻ പറ്റൂ. അപ്പം ആ എനർജിയുള്ള ആൾക്ക് മാത്രമേ ആ പാത്തിൽ ഇരിക്കാൻ പറ്റൂ. ആ പാത്തിൽ കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് അയാളുടെ ആ എനർജി കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യില്ല, ഫിക്സഡ് ആയിട്ടിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും ഇയാൾക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എനർജി കൂടി ചിലപ്പം ഹയർ എനർജി ലെവലിലോട്ട് പോകും. ഇപ്പം 10 എന്ന് പറയുന്ന എനർജിയാണ് K ഷെല്ലിൽ കറങ്ങുന്നത്. അയാൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീണു, അയാൾക്ക് എനർജി കിട്ടി, അയാൾക്ക് 12 എന്ന് പറയുന്ന എനർജിയായി. വേണമെങ്കിൽ അയാൾക്ക് L ഷെല്ലിലോട്ട് പോകാം.
പക്ഷേ എൽ ഷെല്ലിൽ പോയാലും അയാൾ അവിടെ അൺസ്റ്റേബിൾ ആണ്, തിരിച്ച് എന്തിൽ തന്നെ വരണം, കെ ഷെല്ലിൽ തന്നെ തിരിച്ചു വരണം. അപ്പം എനർജി റിലീസ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിക്സഡ് പാത്തുകളിലാണ്. അതിനെ ഓർബിറ്റലുകൾ എന്ന് വിളിച്ചു. ഈ ഫിക്സഡ് പാത്തുകൾക്ക് ഫിക്സഡ് എനർജിയാണ്. ഓക്കെ, എനർജി സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ KLMN 1 2 3 എന്നൊക്കെ എഴുതുന്നതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് ഓർബിറ്റലുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ എനർജിക്ക് ചേഞ്ച് വരുന്നില്ല. എനർജി എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, എനർജിക്ക് ചേഞ്ച് വരുന്നില്ല. ടൈമിനനുസരിച്ച് എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ ഇവർക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ എന്തിലോട്ട് പോകാം, ഹയർ എനർജി ലെവലിലോട്ട് പോകാം, തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എമിഷൻ സ്പെക്ട്ര കിട്ടുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഷെല്ലിൻ്റെ ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, ഈ ഓരോ ഷെല്ലുകളുടെയും റേഡിയസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലുകളുടെയും റേഡിയസ് കണ്ടുപിടിക്കാൻ ബോർ ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: R is equal to A0 into n². A0യുടെ വാല്യൂ എന്ന് പറയുന്നത് 52.9 പൈക്കോമീറ്റർ ആണ്. ഏത് ഓർബിറ്റലിൻ്റെയും റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് തൊട്ടേക്ക് അവിടം വരെയുള്ള, അതിൻ്റെ സർക്കംഫറൻസ് വരെയുള്ള ദൂരമാണ് റേഡിയസ്. അപ്പം റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to A0 into n². A0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, വാല്യൂ 52.9 പൈക്കോമീറ്റർ. ഇപ്പോൾ കെ ഷെല്ലിൻ്റെയാണ് നിങ്ങൾക്ക് റേഡിയസ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം R is equal to 52.9 ഇൻറ്റു കെ ഷെല്ലിൻ്റെ നമ്പർ എത്ര, 1. ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്. അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുക. അപ്പം 52.9 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 52.9 തന്നെ. അതായത് കെ ഷെല്ലിൻ്റെ റേഡിയസ് 52.9 ആണ്. ഇനി എൽ ഷെല്ലാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലാണ്. എന്നിന് 2 കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. എന്നിന് 3 കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഷെൽ. ഒരു ഷെല്ലിനകത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് -RH ഇൻറ്റു 1/n² ആണ്. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര ആണ്. ഓക്കെ, ഇതിനകത്ത് RH-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2.18 ഇൻറ്റു 10⁻⁻18 ജൂളാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് കെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കണം. കെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ കെ ഷെല്ലാണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, ഇസ് ഈക്വൽ ടു RH. RH-ൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 2.18 ഇൻറ്റു 10⁻⁻18 RH ഇൻറ്റു 1/n². n എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണോ നിങ്ങൾ എടുക്കുന്നത്, ഒന്നാമത്തെ ഷെല്ലിനാണെങ്കിൽ എന്നിന് 1 കൊടുക്കുക, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 കൊടുക്കുക, മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3 കൊടുക്കുക. അപ്പം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അദ്ദേഹം എഴുതി. അതിൻ്റെ ആ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി. അല്ലെങ്കിൽ ആ ഷെല്ലിൻ്റെ എനർജി എത്രയാണോ അത്രയും എനർജിയുള്ള ഇലക്ട്രോൺ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഷെല്ലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എഴുതി. അതേ കണക്ക് തന്നെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എഴുതി. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ. അതായത് ഫോർ എക്സാമ്പിൾ കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കും. അപ്പം അവിടെ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ്, അതായത് കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലോട്ട് പോകണമെങ്കിൽ ആ കെ ഷെല്ലിനെക്കാട്ടിയും എനർജി കൂടുതലാണ് എൽ ഷെല്ലിന്. അപ്പോൾ ഇവർക്ക് ഇടയിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണോ അത്രയും എനർജി ഈ കെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ മേടിച്ചാലേ എൽ ഷെല്ലിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ രണ്ട് ഷെല്ലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 - E1 ആയിരിക്കും. E2 എന്ന് പറയുന്നത് ഹയർ എനർജി ലെവലിൻ്റെ എനർജി, E1 എന്ന് പറയുന്നത് ലോവർ എനർജി ലെവലിൻ്റെ എനർജി, E2 - E1. ഓക്കെ, ഇനി E is equal to hν ആണ്. E is equal to hν ആണ്. സോ hν is equal to E2 - E1. ഓക്കെ, therefore nu is equal to E2 - E1 divided by h. ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ ഇതാണ്, എനർജിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ ഇതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം. ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ mvr ആണ്. m മാസ്,
വി വെലോസിറ്റി, ആർ റേഡിയസ്. ഓക്കെ, എം വി ആർ എന്ന് പറയുന്നത് NH/2π ആയിരിക്കണം. അതായത് H/2πയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് എന്നിൻ്റെ വാല്യൂ 1, 2, 3 എക്സെട്ര എത്ര വേണമെങ്കിലും. അപ്പം ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് H/2π ആയിരിക്കണം ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതാണ് 6ാമത്തെ പോയിന്റ്. ഇങ്ങനെ 6 പോയിൻ്റാണ് ബോറിൻ്റെ ആറ്റം മോഡലിൽ നമുക്ക് പറയാനുള്ളത്. 1ാമത്തെ പോയിന്റ് പറയുന്ന ഇതാണ്, ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിക്സഡ് എനർജിയുള്ള സർക്കുലാർ ഓർബിറ്റലുകളിലാണ്. ഈ ഓർബിറ്റലുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർബിറ്റലുകൾ, അല്ലെങ്കിൽ KLM എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട്, 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. 2ാമത്തെ പോയിന്റ്, ഒരു ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഒരു ഓർബിറ്റലുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ടൈമിനനുസരിച്ച് മാറില്ല. അതെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എനർജി മേടിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഷെല്ലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് പോകും, തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ തിരിച്ചു വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഇനി ഒരു ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെല്ലിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് A0 × n² ആണ്. ഏത് ഷെല്ലാണോ ആ ഷെല്ലിന് നമ്പർ കൊടുക്കുക, റേഡിയസ് കണ്ടുപിടിക്കുക. A0യുടെ വാല്യൂ 52.9 പൈക്കോമീറ്ററാണ്. ഒരു ഷെല്ലിരിക്കുന്ന ആളുടെ റേഡിയസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് RH × 1/n² ആണ്. RH റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്, 2.18 × 10⁻⁸. ദെൻ n എന്ന് പറയുന്നത് ഏത് ഷെല്ലിൻ്റെ എനർജിയാണ് കണ്ടുപിടിക്കുന്നത് ആ നമ്പർ കൊടുക്കാം. 4ാമത്തത്, 2 ഷെല്ലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസ് ΔE എന്ന് പറയുന്നത് ഹയർ എനർജി ലെവൽ മൈനസ് ലോവർ എനർജി ലെവലായിരിക്കും, E2 - E1. അതിനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ ΔEക്ക് പകരം Hν കൊടുക്കുക. E എന്ന് പറയുന്നത് Hν ആണ്, Hν കൊടുക്കുക. ന്യൂ എന്ന് പറയുന്നത് E2 - E1/h. 6ാമത്തെ പോയിന്റ്, ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 തുടങ്ങിയ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ത്? H/2πയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇതാണ് 6ാമത്തെ പോയിന്റ്. ഇങ്ങനെ 6 പോയിൻ്റാണ് നമുക്ക് ബോറിൻ്റെ ആറ്റം മോഡലിലുള്ളത്. ബോറിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞേക്കുന്ന ആരെ പറ്റിയാണ്? ഹൈഡ്രജൻ ആറ്റത്തെ പറ്റി മാത്രമാണ്. കാരണം ബോറിൻ്റെ ആറ്റം മോഡൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ മാത്രമാണ്. കാരണം നമ്മൾ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്തത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രയാണ്. അപ്പം അതിൻ്റെ മാത്രം ആറ്റം മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേറെ ഒന്നിൻ്റെയും ആറ്റം മോഡൽ പഠിക്കാനില്ല. ഓക്കെ, ബോറിൻ്റെ ആറ്റം മോഡൽ ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്.